കഥയുടെ തുടക്കത്തിൽ തന്നെ സാഡ്ലി വാഷിംഗ്ടണിലെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വരികയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സാഡ്ലിയുടെ ഫ്രണ്ടും ഡോക്ടറും കൂടിയായ ക്ലൗഡിയെ വിളിച്ച് ചോദിക്കും, ഇന്നല്ലേ നീ എന്നെ മീറ്റ് ചെയ്യാൻ വരാനിരുന്നത് എന്ന്. ഞാൻ മറ്റൊരു ദിവസം വരാൻ, ഞാൻ ഇപ്പോൾ ഒരു ടൂറ് പോവുകയാണ് എന്ന് സാഡ്ലി ക്ലൗഡിയോട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഇതേ സമയം നമ്മുടെ നായകനായ കോൾ ഫ്ലവർ മാർക്കറ്റിൽ കച്ചവടം നടത്തുകയാണ്. ഫ്ലവർ മാർക്കറ്റിലെ മറ്റുള്ള എല്ലാവർക്കും കോളിനെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ തൊട്ടടുത്ത സ്റ്റോറിലെ ലേഡി കോളിനോട് പറയും, ഞാൻ ഇപ്പോൾ വരാം, നീ തൽക്കാലത്തേക്ക് എൻ്റെ സ്റ്റോറും കൂടി ഒന്ന് നോക്കണേ എന്ന്. അപ്പോൾ ആ ലേഡിയുടെ സ്റ്റോറിലേക്ക് വരുന്ന സാഡ്ലിയ അവിടെ നിന്ന് ഒരു ചെടി എടുക്കും. അപ്പോഴേക്കും കോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് ആ ചെടി സാഡ്ലിയക്കായി പാക്ക് ചെയ്യും. പാക്ക് ചെയ്യുന്നതിനിടയിൽ കോൾ സാഡ്ലിയോട് പറയും, ഈ ചെടിക്ക് എന്നും വെള്ളം ഒഴിച്ചില്ല എങ്കിൽ ഇത് വാടിപ്പോകും. അപ്പോൾ സാഡ്ലി പറയും, എൻ്റെ വളരെയധികം ബിസി ലൈഫാണ്, എന്നും വെള്ളം ഒഴിക്കാനൊന്നും കഴിയില്ല എന്ന്. അപ്പോൾ കോൾ സ്നേക്ക് പ്ലാന്റ് എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുത്ത ശേഷം പറയും, മേഡം ഇതിനാവുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ മതിയെന്ന്. എന്നാൽ ഞാൻ ജോലിയിൽ വളരെയധികം ബിസി ആയിരിക്കും, എനിക്ക് ആഴ്ചയിലും വെള്ളം ഒഴിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് സാഡ്ലിയ കോളിനോട് പറയും. എന്നാൽ സാഡ്ലിയ പറയും, എനിക്ക് ആദ്യം എടുത്ത ചെടി മതിയെന്ന്. എന്നാൽ അപ്പോഴേക്കും കോൾ പറയും, ആ ചെടിക്ക് എന്നും വെള്ളം ഒഴിച്ചില്ല എങ്കിൽ അത് വാടിപ്പോകും, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചെടി തരാൻ കഴിയില്ല. വെള്ളമൊഴിക്കാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വല്ല ക്യാക്ടസും മേടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ് അവളുമായി വഴക്കിട്ട് നിൽക്കുമ്പോഴേക്കും ആ ഷോപ്പിന്റെ ഓണറായ ലേഡി അങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് സാഡിലേക്ക് ആ പൂക്കളുള്ള ചെടി തന്നെ കൊടുക്കും. എന്നാൽ അപ്പോൾ ആ സ്റ്റോറിലെ ലേഡി പറയും, എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിക്ക് നിന്റെ അടുത്ത് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അവൾ വഴക്ക് കൂടുമ്പോഴും നിന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ കോൾ സാഡിലിയുടെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി. കോൾ വളരെയധികം നിഷ്കളങ്കനായ ഒരു പയ്യനാണ്. കോൾ സാഡിലിയോട് പറഞ്ഞു, ആ ലേഡി പറഞ്ഞു തനിക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. തനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കൊണ്ട് കാണിക്കാമെന്ന് കോൾ പറയും. അത് വേണ്ട എന്ന് അവൾ പറയുമ്പോൾ കോൾ തിരിഞ്ഞു നടക്കും. എന്നാൽ പെട്ടെന്ന് സാഡ്ലിയ കോളിനെ വിളിക്കും, എങ്കിൽ നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം, എനിക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല. ഇത് കേട്ട ഉടനെ കാറിലേക്ക് കയറിയ കോൾ, ഇവിടെ ഒരു ബെസ്റ്റ് പാർക്കുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പാർക്കിലൂടെ നടക്കുമ്പോൾ കോൾ സാഡ്ലിയോട് ചോദിക്കും, നീ എന്താണ് ചെയ്യുന്നത് എന്ന്. ഞാനൊരു ആർട്ട് ക്യൂറേറ്റർ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ട്രാവലിംഗ് വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ജോബ് തിരഞ്ഞെടുത്തത് എന്ന് സാഡ്ലിയെ പറയും. ഇത് കേട്ട ഉടനെ കോളും പറയും, എനിക്കും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, ഞാനും ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അവൾ കോളിനോട് ചോദിച്ചു, നീ ആക്ച്വലി എന്ത് ചെയ്യുകയാണ് എന്ന്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഡാഡിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായി നാട്ടിലേക്ക് വന്നതാണ് എന്ന് കോൾ അവളോട് പറയും. അപ്പോൾ അവിടെ ഒരു സ്റ്റേഴ്സ് കാണുമ്പോൾ കോൾ അവളോട് പറയും, നമുക്ക് ഈ വാക്കിംഗ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കിയാലോ, ആദ്യം ആരാണ് ഈ സ്റ്റേഴ്സ് ഓടി ഫിനിഷ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് അവളോട് പറയും. കോളിന് ചെറിയ ആസ്മയുള്ളത് കൊണ്ട് തന്നെ അവൻ ഇൻഹേലർ എടുത്ത് ബ്രീത്ത് ചെയ്ത ശേഷം രണ്ടുപേരും ആ സ്റ്റേഴ്സ് ഓടി കയറാൻ തുടങ്ങി. എന്നാൽ കോളിനെ ഈസിയായി സാഡ്ലി തോപ്പിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഒരു ആർട്ട് ഗാലറിയിലേക്ക് പോകും. അപ്പോൾ സാഡ്ലി കോളിനോട് പറയും, എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ മമ്മി മരിച്ചുപോയി, എൻ്റെ മമ്മി വളരെയധികം സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കും ഒന്നിനെയും പേടിയില്ല എന്ന് അവൾ അവനോട് പറയും. അങ്ങനെ കൂടുതൽ അടുക്കും തോറും പരസ്പരം ഇഷ്ടം കൂടി വന്ന അവർ പരസ്പരം കിസ് ചെയ്തു. അതിനുശേഷം കോളും സാഡ്ലിയോടൊപ്പം സാഡ്ലിയുടെ വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ മുന്നിലെത്തി പരസ്പരം നോക്കിയ ശേഷം അവർ കിസ് ചെയ്തു. അതിനുശേഷം സാഡ്ലിയ ബൈ പറഞ്ഞ് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. വാതിലിന് പുറത്തു നിന്ന കോളിന് അവിടെ നിന്ന് പോകാൻ തോന്നില്ല. എന്നാൽ സാഡ്ലിയേക്കും കോളിനെ അകത്തേക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു. കുറച്ചു നേരം ആലോചിച്ചു നിന്ന ശേഷം പെട്ടെന്ന് അവൾ വാതിൽ തുറന്ന് അവനെ അകത്തേക്ക് വിളിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവർ ഇൻറ്റിമേറ്റ് ആവുകയും വളരെയധികം ഹാപ്പിയായി ആ മൊമെൻ്റ് എൻജോയ് ചെയ്യുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ കോൾ താൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്നും ഞങ്ങൾ ഡേറ്റിനൊക്കെ പോയി എന്നും ഫാമിലിയോട് പറഞ്ഞു. എന്നാൽ ഇതേ സമയം കോളിൻ്റെ നോട്ടിയായ സിസ്റ്റർ കോളിൻ്റെ ഫോൺ എടുക്കുമ്പോൾ കോളിൻ്റെ നെഞ്ചത്ത് കിടന്നുറങ്ങുന്ന സാഡ്ലിയുടെ ഫോട്ടോ കാണും. എന്നിട്ട് അവൾ അവരോടൊക്കെ പറയും, ഇവൻ അവൾ അറിയാതെയാണ് ഈ ഫോട്ടോ എടുത്തത് എന്ന്. അത് വലിയ കാര്യമാക്കണ്ട, അവൻ ഇഷ്ടം കൊണ്ട് ചെയ്തതല്ലേ എന്ന് കോളിൻ്റെ മമ്മിയും പപ്പയും പറയും. എന്നാൽ വീണ്ടും കോളിൻ്റെ നോട്ടിയായ സിസ്റ്റർ പറയും, ഇവൻ വേൾഡൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അവളോട് പറഞ്ഞിരിക്കുന്നത്, ഇവൻ ഈ രാജ്യം വിട്ട് പോലും പോയിട്ടില്ല എന്ന് അവൾ അറിയുമ്പോൾ ഇവനെ ഇട്ടിട്ട് അവൾ പോകും, നീ കരുതും പോലൊരു പെണ്ണൊന്നുമല്ല, അവൾക്ക് എന്നെ വളരെയധികം ഇഷ്ടമാണ് എന്ന് കോൾ സിസ്റ്ററിനോട് പറയും. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളായി കോൾ സാഡ്ലിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുകയോ മെസ്സേജിന് റിപ്ലൈ ചെയ്യുകയോ ചെയ്തില്ല. കോൾ വളരെയധികം ടെൻസ്ഡായി.
അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് കോൾ ഓർക്കുന്നത് തൻ്റെ ഇൻഹെയിലർ സാഡിലിയുടെ ബാഗിലാണ്. അവൻ ഫോൺ ഓണാക്കി ഇൻഹെയിലറുള്ള ലൊക്കേഷൻ നോക്കുമ്പോൾ അതിപ്പോൾ ഇംഗ്ലണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ കോളിൻ്റെ മമ്മി പറയും അതെന്തെങ്കിലും ജോബിൻ്റെ ആവശ്യത്തിനായി ആയിരിക്കും സാഡിലിയെ ഇംഗ്ലണ്ടിലേക്ക് പോയത്. നീ എന്തായാലും ഇംഗ്ലണ്ടിലേക്ക് പോയി അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ കോളിൻ്റെ മമ്മിയും പപ്പയും പറയും. അങ്ങനെ കോൾ ആദ്യമായി അമേരിക്കയിൽ നിന്ന് മറ്റൊരു രാജ്യമായ ഇംഗ്ലണ്ടിലേക്ക് പോകും. ഇംഗ്ലണ്ടിലെത്തിയ കോൾ സാഡ്ലി ഉള്ള സ്ഥലത്തേക്ക് പോകാനായി ഒരു ടാക്സി വിളിച്ചു. ടാക്സിയിലിരുന്ന് കോൾ തങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിന്റെ അടുത്തെത്തിയ കോൾ സാഡ്ലിയെ അതിലെ നടന്നു പോകുന്നത് കണ്ട് അവളുടെ പിന്നാലെ പോകും. അവളുടെ പിന്നാലെ നടക്കുമ്പോഴും സാഡ്ലിക്ക് തന്നെ മിസ് ചെയ്യുന്നില്ല എന്നോർത്ത് കോളിന് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കുറെ പേർ വന്ന് കോളിനെ തട്ടിക്കൊണ്ടു പോകും. ബോധം വരുമ്പോൾ കോൾ ഉള്ളത് ഒരു കൊള്ളസങ്കേതത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്ന് കോളിന്റെ അടുത്ത് ചോദിക്കും, നീ അല്ലേ ആ ടാക്സ് മര്യാദയ്ക്ക് ആ പാസ്കോഡ് പറഞ്ഞു തന്നാൽ നിനക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോകാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും. എന്നാൽ അപ്പോഴേക്കും സാഡ്ലി അവിടേക്ക് വന്ന് എല്ലാ ഭീകരന്മാരെയും കൊന്ന ശേഷം കോളിനെ രക്ഷിക്കും. കോളിന് ഇതൊന്നും കണ്ടിട്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കോൾ നീ ആരാണെന്ന് അവളോട് ചോദിക്കുമ്പോൾ ഞാൻ CIA ഏജന്റ് ആണ് എന്ന് അവൾ പറയും. നീ എന്തിനാണ് ക്യൂറേറ്റർ ആണെന്നൊക്കെ എന്നോട് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നീയും എന്നോട് കള്ളം പറഞ്ഞല്ലോ, നീ ഓൾ ഓവർ ദ വേൾഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതിനുശേഷം സാഡ്ലി കോളിനെയും രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. അവരിപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലാണ്. പുറത്തേക്ക് വന്ന പാടെ തന്നെ ഭീകരന്മാർ അവിടേക്ക് തോക്കുമായി അവരെ ആക്രമിക്കാനായി വന്നു. സാഡ്ലി റോഡിലൂടെ വരികയായിരുന്ന ഒരു വണ്ടി തട്ടിയെടുത്ത് കോളിനെയും കൊണ്ട് അവന്മാരുടെ കയ്യിൽ നിന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം സേഫായ ഒരു സ്ഥലത്തെത്തിയ ശേഷം സാഡ്ലി വണ്ടി നിർത്തിയ ശേഷം നമുക്കിവിടെ ഇറങ്ങാമെന്ന് കോളിനോട് പറയും. കോൾ സാഡ്ലിക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ കൊണ്ടുവന്ന കാക്ടസ് ചെടി നോക്കി വിഷമിച്ചിരിക്കും. ഇതേ സമയം ആ ഭീകരന്മാരുടെ നേതാവായ ഖാൻ അവിടേക്ക് വന്ന് ടാക്സ്മാൻ കോൾ ആണെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാ ഭീകരന്മാർക്കും കോളിനെ പിടിക്കാനുള്ള ഇൻഫർമേഷൻ കൊടുക്കും. ഇതേ സമയം കോൾ സാഡ്ലിയുമായി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്നോട് എല്ലാം കള്ളമാണ് പറഞ്ഞത്, ഞാൻ നിന്നെ അന്വേഷിച്ചാണ് ഇത്രയും ദൂരം വന്നത്. അപ്പോൾ അവൾ ചോദിക്കും, നീ എന്തിനാണ് എന്നെ അന്വേഷിച്ച് ഇത്രയും ദൂരം വന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടായത്. നീ ആയിട്ട് ഒരു ബന്ധവുമില്ല, നീ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് കോൾ കാറിലേക്ക് കയറും. ഇതേ സമയം ഖാൻ തൻ്റെ ചിങ്കിടിയെ വിളിച്ച് നാട്ടിലെ എല്ലാവർക്കും കോളാണ് ടാക്സ്മാൻ, അവനെ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് $1 മില്യൺ കൊടുക്കുമെന്നുള്ള മെസ്സേജ് ഇട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ രാത്രിയോടടുപ്പിച്ച് കോളിനെയും കൂട്ടി സാഡ്ലി പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തി. നീ എന്നെയും കൊണ്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് കോൾ സാഡ്ലിയോട് ചോദിച്ചപ്പോൾ നിന്നെ ഞാൻ നാട്ടിലെത്തിക്കാൻ, തൽക്കാലം നീ മിണ്ടാതെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. കോളിന് അപ്പോഴും സാഡ്ലിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് ക്രിസ്റ്റഫർ എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് സാഡ്ലിയെ കിസ് ചെയ്യും. സാഡ്ലി അവനെ തള്ളി മാറ്റും. ഇത് കണ്ടു നിൽക്കുന്ന കോളിന് വളരെയധികം വിഷമമാകും. അതിനുശേഷം സാഡ്ലി ക്രിസ്റ്റഫറിനോട് പറയും, ഇവനാണ് ടാക്സ്മാൻ എന്നും കരുതിയാണ് അവൻ ഇവരെ തട്ടിക്കൊണ്ടു പോയത്. ഇവനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവന്റെ നാട്ടിലെത്തിക്കണം. ക്രിസ്റ്റഫർ ആസ്റ്റാക്ക് അവന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയോ എന്ന് ചോദിക്കും. ഇല്ല, അതിപ്പോഴും അവന്മാരുടെ കയ്യിലാണ്, അതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് അവൾ പറയും. ആസ്റ്റാക്ക് എന്താണെന്ന് കോൾ ചോദിക്കുമ്പോൾ അതൊരു ബയോ വെപ്പൺ ആണ്, അതുകൊണ്ട് ഈ ലോകം മുഴുവനും തകർക്കാം, അത് അവന്മാർ നമ്മുടെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് പോയി, അതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന്. ഓ, ഞാൻ കരുതി നീ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് കോൾ വിഷമത്തോടെ പറയും. അപ്പോൾ പറയും, ഞാൻ നിന്നെയും കൂടി രക്ഷിക്കാനാണ് വന്നത്, എന്നാൽ പ്രൈമറി ഒബ്ജക്റ്റീവ് ആസ്റ്റാക്ക് ആണ് എന്ന് അവൾ പറയും. അതിനുശേഷം ക്രിസ്റ്റഫർ പറയും, ഞാനും ഇവളും 4 മാസം ഡേറ്റ് ചെയ്തതാണ്, പക്ഷേ അവസാനം ഇവൾ എന്നെ ഇട്ടിട്ട് പോയി എന്ന്. അപ്പോൾ സാഡ്ലി പറയും, അതൊരിക്കലും വർക്കൗട്ട് ആവാത്തതായിരുന്നു, ഞാൻ എൻ്റെ മിഷൻ്റെ ഭാഗമായാണ് ഇവനുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്, അത് ഇവനും അറിയാമെന്ന് അവൾ പറയും. ഇത് കേട്ട് വളരെയധികം വിഷമം തോന്നിയ കോൾ, ഇനി ഞാൻ നീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിനുമില്ല, എന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിച്ചാൽ മതി എന്ന് പറയും. കോളിന് അപ്പോഴും വളരെയധികം വിഷമമുണ്ടായിരുന്നു. എന്നിട്ട് ക്രിസ്റ്റഫറും കോളും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പെട്ടെന്ന് ക്രിസ്റ്റഫറിനെ വെടിവെച്ച് കൊല്ലും. ഖാൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകളിൽ ഒരുത്തനായിരുന്നു അവൻ. എന്നാൽ ഇതേ സമയം മറ്റൊരുത്തൻ അങ്ങോട്ടേക്ക് വന്ന് ആ വെടിവെച്ചവനെ അടിച്ചു വീഴ്ത്തിയ ശേഷം കോളിനെയും സാഡ്ലിയെയും ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഒരു കാറിനുള്ളിലേക്ക് കയറാൻ പറയും. എന്നാൽ കാറിൽ കയറിയ ഉടനെ തന്നെ മറ്റൊരു ഗുണ്ട അവനെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം സാഡ്ലിയോടും കോളിനോടും കാർ സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു. ഇതിനിടയിൽ രണ്ടുപേരുടെയും കഴുത്തിൽ ഒരു മെറ്റൽ ഒട്ടിച്ച ശേഷം എൻ്റെ കയ്യിലെ ഈ മോതിരം തിരിക്കിയാൽ നിങ്ങൾ രണ്ടുപേരും ഷോക്ക് ഏറ്റ് ചാവും, അതുകൊണ്ട് അടവുകളൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് കാറ് മുന്നോട്ടെടുക്കാൻ പറയും. അതിനുശേഷം ഒരു സ്ഥലത്തെത്തി റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആ ഗുണ്ട ഒരു കാർ ഇടിച്ച് മരിക്കും. കോളും സാഡ്ലിയും അവൻ്റെ കയ്യിൽ നിന്നും നൈസായി എസ്കേപ്പ് ആവും. അവിടെ നിന്നും എസ്കേപ്പായി പോകുന്ന സമയത്ത് സാഡ്ലി കോളിനോട് പറയും, നീ പേടിക്കേണ്ട, നിന്നെ ഞാൻ സേഫായി നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ്റെ മുഖത്തടിച്ച് ബോധം കെടുത്തും. അതിനുശേഷം കോളിൻ്റെ കൈയും കാലും കെട്ടി സാഡ്ലി
ആ കാൻ ഗുണ്ടയുടെ അടുത്തേക്ക് കൊണ്ടുവരും. കാൻ അപ്പോൾ കോളിന്റെ അടുത്ത് വന്ന് പറയും, നീ മര്യാദയ്ക്ക് അതിന്റെ പാസ്വേഡ് പറഞ്ഞു തരുന്നതാണ് നല്ലത് എന്ന്. അതിനുശേഷം സാഡ്ലിയോട് കാൻ പറയും, ഇവനെ കൊണ്ടുവന്നതിന്റെ ക്യാഷ് UK എത്തിയാൽ ഉടനെ തന്നെ നിനക്ക് തരാം, നീ അതോർത്ത് വെറിയിടാവണ്ട എന്ന് സാഡ്ലിയോട് കാൻ പറയും. എന്നാൽ ഫ്ലൈറ്റിൽ വെച്ച് കോൾ നീ എന്നെ ചതിക്കുകയാണ് എന്ന് അവളോട് ചോദിക്കുമ്പോൾ പറയും, അല്ല, നമ്മൾ നാട്ടിലെത്തിയാൽ ഉടനെ തന്നെ ഇവന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യും, എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുകയാണ് എന്ന്. ആ ബയോ വെപ്പൺ എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ എന്നോട് ക്ഷമിക്കണമെന്ന് അവൾ പറയും. എന്നാൽ അപ്പോഴേക്കും കോളിന്റെ ഫോണിലെ സാഡ്ലിയുടെയും കോളിന്റെയും പിക്ചർ കാണുന്ന ആ കാനിന്റെ ശിങ്കിടി അവരെ രണ്ടുപേരും ചതിക്കുകയാണ് എന്ന് മനസ്സിലാകും. അതിനുശേഷം സാഡ്ലിയോട് പറയും, മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ ഈ ഹാഷ്ടാഗിന്റെ പാസ്വേഡ് തരികയാണെങ്കിൽ രണ്ടുപേരുടെയും ജീവനെങ്കിലും കിട്ടും, മര്യാദയ്ക്ക് പാസ്വേഡ് പറയുന്നതാണ് നല്ലതെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും സാഡ്ലി പറയും, ഞാനാണ് ടാക്സ്മാൻ, ഇവനല്ല, ഇവനെ വെറുതെ വിട്ടേക്കാൻ പറയും. എന്നിട്ട് ഹാഷ്ടാഗിന്റെ പാസ്വേഡ് ആണെന്നും പറഞ്ഞ് ആ കാറിൽ നിന്നപ്പോൾ ആ ഗുണ്ട അവരുടെ കഴുത്തിൽ ഒട്ടിച്ചിരുന്ന ആ മെറ്റൽസ് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് വാങ്ങിയ ഉടനെ തന്നെ സാഡ്ലി അവനെ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തി. എന്നിട്ട് സാഡ്ലി ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരന്മാരെ അടിച്ചു വീഴ്ത്തും. കോളും തന്നെ കൊണ്ടാവുന്ന വിധം ഫൈറ്റ് ചെയ്തു. ഇതിനിടയിൽ സാഡ്ലിക്ക് കുത്തുകൊണ്ട് വീഴും. സാഡ്ലി കോളിനോട് പറയും, നിനക്ക് ആ ഹാഷ്ടാഗ് കിട്ടിയല്ലോ, എന്റെ കാര്യം നീ നോക്കണ്ട, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറയും. എന്നാൽ സാഡ്ലി അപ്പോഴേക്കും ഫ്ലൈറ്റിൽ നിന്ന് പാരച്യൂട്ടും എടുത്തുകൊണ്ട് വന്നിരുന്നു. അപ്പോഴേക്കും മറ്റവന് ബോധം വന്ന് അവർക്ക് നേരെ വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ കോള് സാഡ്ലിയെയും എടുത്ത് ഫ്ലൈറ്റിൽ നിന്ന് താഴേക്കെടുത്ത് ചാടും. അവരൊരു ദ്വീപിലാണ് ചെന്ന് പെട്ടത്. കോൾ സാഡ്ലിയുടെ അടുത്ത് കാവലിരിക്കുകയാണ്. പെട്ടെന്ന് സാഡ്ലിക്ക് ബോധം വന്നത് കണ്ട് കോൾ സാഡ്ലിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശത്രുവാണെന്ന് വിചാരിച്ച് സാഡ്ലി കോളിനെ ഇടിക്കും. സാഡ്ലി എന്നിട്ട് തൻ്റെ കുത്തുകൊണ്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ കോൾ എന്തൊക്കെയോ മരുന്ന് വെച്ച് അവിടെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ രാത്രിയാകുമ്പോൾ സാഡ്ലി കോളിനോട് ചോദിക്കും, നിനക്ക് ഇത്രയധികം എഡ്യൂക്കേഷനൊക്കെ ഉണ്ടല്ലോ, പിന്നെ നീ എന്താണ് രാജ്യം വിട്ട് ഇത്രയും കാലമായി പോകാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അച്ഛന് ഹെൽത്ത് പ്രോബ്ലമായി, അങ്ങനെ എനിക്ക് അവരെ വിട്ട് പോകാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് നിൽക്കുന്നത് എന്ന്. നീ വളരെയധികം ഇന്നസെൻ്റ് ആയ ഒരാളാണ് എന്ന് പറഞ്ഞ് സാഡ്ലി കോളിൻ്റെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരും കിസ് ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ അവരുള്ള ഐലൻഡ് സ്പോട്ട് ചെയ്ത് ആ കാൻ്റെ ആളുകൾ അവരെ അറ്റാക്ക് ചെയ്യാനായി അവിടെ എത്തി. എന്നാൽ അതേ സമയം തന്നെ CIA ഏജന്റും അവിടെ എത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹാഷ്ടാഗ് ആ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ എടുത്തുകൊണ്ട് ഓടി. CIA ടീംസ് അവിടെ എത്തിയെങ്കിലും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ നിന്നും കോളിനെയും സാഡ്ലിയെയും CIA ഏജൻസിന്റെ വെർജീനിയയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയത്. കോളിനോടുള്ള ഇഷ്ടം കാരണം സാഡ്ലി മനഃപൂർവ്വമാണോ ഈ മിഷനിൽ ഉഴപ്പിയതെന്നറിയാനായി ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് നടത്തുകയാണ് അവർക്ക്. കോളിനെ നിനക്ക് കാണുമ്പോൾ ആത്മാർത്ഥ സ്നേഹമാണോ അവനോട് ഉണ്ടായിരുന്നത് എന്ന് സാഡ്ലിയോട് ചോദിക്കുമ്പോൾ അല്ല എന്ന് അവൾ ഉത്തരം പറയും. ഇത് കേട്ട കോളിന് വളരെയധികം വിഷമം വരും. അതിനുശേഷം CIA ഏജന്റ് കോളിനോട് പറയും, നീ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും അവർ നിന്റെ ഫാമിലിയെ അന്വേഷിച്ച് പോകും, അതുകൊണ്ട് നീ ടാക്സ്മാനായി അവരുടെ അടുത്തേക്ക് പോയി എങ്ങനെയെങ്കിലും ആ ഹാഷ്ടാഗ് കൊണ്ടുവരണമെന്ന് പറയും. എന്നാൽ ഇതറിയുന്ന സാഡ്ലി അവനോട് പറയും, നീ ഒരിക്കലും പോകരുത്, നിന്റെ ജീവൻ പോലും നഷ്ടപ്പെടും, ആ ഹാഷ്ടാഗ് എങ്ങനെയെങ്കിലും കിട്ടുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയും. പക്ഷേ ഞാൻ കാരണം എൻ്റെ ഫാമിലിക്കൊന്നും വരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറയും. ഇത് കേട്ട സാഡ്ലി വളരെയധികം വിഷമിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ ടാക്സ്മാനെ അന്വേഷിച്ച് മെയിൻ വില്ലൻ അങ്ങോട്ടേക്ക് വരും. കോളും അവിടേക്ക് പോകും. എന്നാൽ കോളിനെ സഹായിക്കാനുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിനെ ആ കാൻ്റെ ആൾക്കാർ വെടിവെച്ച് കൊല്ലും. എന്നാൽ കാൻ്റെ ആൾക്കാർ തന്നെ സഹായിക്കാനെത്തിയ പുറത്തുള്ള CIA ഏജൻസിനെ വെടിവെച്ച് കൊന്നു എന്ന് മനസ്സിലാക്കിയ കോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുമെങ്കിലും തൻ്റെ ഫാമിലിയെ ഓർത്ത് അവൻ തിരിച്ചു വരും. അപ്പോഴേക്കും ടാക്സ്മാനാണ് കോളെന്ന് കരുതി ആ മെയിൻ വില്ലൻ ചൈനക്കാരും കാൻ്റെ ആൾക്കാരും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ കോളിൻ്റെ അടുത്തേക്ക് ആ ചൈനക്കാരനും കാനും ആ ഹാഷ്ടാഗുള്ള പെട്ടിയുമായി വന്നു. താൻ പെട്ടു എന്ന് മനസ്സിലാക്കിയ കോൾ എന്തോ ഒരു ധൈര്യത്തിൽ തനിക്ക് കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞു. നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം, നീ എത്രയും പെട്ടെന്ന് ആ ഹാഷ്ടാഗുള്ള ബോക്സ് തുറക്കാൻ അവർ പറഞ്ഞു. എന്നാൽ അപ്പോഴേക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാഡ്ലി അങ്ങോട്ടേക്ക് നടന്നു വന്നു. അതിനുശേഷം അവരോട് പറയും, ഞാനാണ് യഥാർത്ഥ ടാക്സ്മാൻ എന്ന്. എന്നിട്ട് ആ ഹാഷ്ടാഗുള്ള ബോക്സ് അവൾ അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ അവളുടെ അക്കൗണ്ടിലേക്ക് $1 million ട്രാൻസ്ഫർ ചെയ്തും കൊടുക്കും. എന്നാൽ തന്നെ ഇത്രയും നാളിട്ട് കളിപ്പിച്ചതിന് കാൻ കോളിനെ കൊല്ലാനായി തൻ്റെ ഗണ്ണ് പുറത്തേക്ക് എടുക്കും. എന്നാൽ ഇതേ സമയം തന്നെ സാഡ്ലി തൊട്ടടുത്ത് നിൽക്കുന്ന വാടക ഗുണ്ടയ്ക്ക് കാനെ കൊല്ലണം, കൊന്നാൽ $1 million തരുമെന്ന മെസ്സേജ് അയക്കും. മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ അവൻ കാൻ്റെ അടുത്ത് വന്ന് കാനെ വെടിവെക്കാനായി ഒരുങ്ങും. എന്നാൽ അതിനുശേഷം അവിടെ ഒരു കൂട്ട വെടിവെപ്പും ഫൈറ്റുമാണ് നടക്കുന്നത്. സാഡ്ലിയും കോളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ വില്ലന്മാരെയും ഇടിച്ച് ഒരു വഴിയാക്കും. എന്നാൽ ഇതിനിടയിൽ ആ ബിൽഡിംഗ് തകരാനായി പോകും. വീഴാനായി പോയ സാഡ്ലിയെ കോൾ പിടിക്കും. എന്നാൽ ഹാഷ്ടാഗ് കയ്യിലുണ്ടായിരുന്ന കാൻ ആ ബിൽഡിങ്ങിന് താഴേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് സാഡ്ലി അവൻ്റെ കയ്യിൽ നിന്ന് ആ ഹാഷ്ടാഗ് പിടിച്ചെടുക്കും. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം സാഡ്ലിയും കോളും മാരീഡായി തങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുകയാണ്.
അങ്ങനെ അവരുടെ മാരേജൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം സ്റ്റാൻലിക്കായി കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സ്റ്റാൻലി അങ്ങോട്ടേക്ക് വരും. സ്റ്റാൻലി തൻ്റെ ജോബ് കഴിഞ്ഞ് ഒരു ഗുണ്ടയെ തൻ്റെ കാറിൻ്റെ ഡിക്കിക്കകത്താക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഫാമിലി ടൈമാണ്, നമുക്ക് ആർട്ട് ഗാലറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവർ രണ്ടുപേരും ആർട്ട് ഗാലറിയിലേക്ക് പോകും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.